കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്ന ആകാംക്ഷ ഇപ്പോഴും കേരളീയരെ വിട്ടിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം തുടരുകയാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് നിർണായകമായ ചർച്ചകൾ ഇപ്പോഴും ഡൽഹിയിൽ നടക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം നിർണായക ചർച്ചകളായിരുന്നു. പക്ഷേ നിർണായക തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഡൽഹിയിൽ നിന്ന് വിനീത VG കൂടി ചേരുന്നു. വിനീത, ഡൽഹിയിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. പല വിഭാഗങ്ങളായി തിരിഞ്ഞ് അവർ തങ്ങളുടെ സാധ്യതകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യതകളെക്കുറിച്ച് തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിക്കുന്നത് വിനീത? ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ്. PC വിഷ്ണുനാഥ് ഇവിടെയുണ്ട്, MM ഹസൻ, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. VM സുധീരൻ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് 11:30 മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ച് ഈ കേരള ഹൗസിൽ നിന്ന് നേതാക്കൾ ഈ കൂടിക്കാഴ്ച നടക്കുന്ന ജൻപത്ത് 10 വസതിയിലേക്ക് പോകും. സോണിയാഗാന്ധിയുടെ വസതിയാണ് അവിടെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ കൂടിക്കാഴ്ച ചർച്ചകളും ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഓരോ നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ മുഖ്യമന്ത്രിയെ ആരാകണം അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഏത് മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടതെന്ന്, അവർക്ക് എന്താണ് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി കേൾക്കുക. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ അതേസമയം ഹൈക്കമാൻഡ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒരു അഭിപ്രായമോ ഈ ഘട്ടത്തിൽ നേതാക്കളുമായി ചർച്ച ചെയ്യില്ല. ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേട്ട് ഏറ്റവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും നേതാക്കൾ എത്തി. 11 മണിയോടുകൂടി അവർ കേരള ഹൗസിൽ നിന്നും പുറപ്പെടും. കൃത്യം 11:30 തന്നെ ഈ കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ഉച്ചവരെ ആ കൂടിക്കാഴ്ച നീണ്ടുപോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. കാരണം സുധീരനൊക്കെ 2:30 ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം 2:30 ഡൽഹിയിലേക്ക് എത്തിച്ചേരുക. ഒപ്പം K സുധാകരനും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് എത്തിയത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിക്കും. എല്ലാ നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നിരവധി മാനദണ്ഡങ്ങളാണുള്ളത്. അതിൽ ഏത് സ്വീകരിക്കണം എന്നതായിരിക്കും ഹൈക്കമാൻഡിനെയും ആശയക്കുഴപ്പത്തിലേക്കാക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഹിമാചലിലും ഒപ്പം കർണാടകയിലുമൊക്കെ നമ്മൾ കണ്ടത് ഈ MLA-മാരുടെ ഒരു ഭൂരിപക്ഷം, MLA-മാരുടെ ഒരു പിന്തുണയ്ക്ക് പ്രാധാന്യം നൽകുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് വ്യത്യസ്തമാണ്. അവിടുത്തെ ജനവികാരം, ഒപ്പം തന്നെ അവിടുത്തെ ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ കൂടി മാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ രാഹുൽ ഗാന്ധി വീണ്ടും തേടിയേക്കുമെന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ഘട്ടത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഈ കൂടിക്കാഴ്ചയും ചർച്ചകളും അവസാനിച്ചാൽ ഒരുപക്ഷെ വൈകിട്ട് 7 മണിക്ക് ശേഷം ഏത് നിമിഷവും ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.